السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ദീനുൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പഠിക്കുകയും അതിന് യോജിച്ച വിധത്തിൽ മുത്തഖികളായി മുഹ്സിനുകളായി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എല്ലാ ഓരോരുത്തരോടും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖൻ മിൻ ഖൽബി ദഖലൽ ജന്ന. ആരെങ്കിലും ഖൽബിലുള്ള ആത്മാർത്ഥതയോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഫിർഔൻ മുങ്ങി മരിക്കാൻ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അയാൾ നരകത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല, മരിക്കാൻ നേരത്ത് പലരും വിശ്വാസത്തിലേക്ക് തിരിച്ചു വരും. മലക്കുൽ മൗത്ത് ആത്മാവിനെ വിളിച്ചതിന് ശേഷം നമ്മൾ മരണം തൊണ്ടക്കുഴിയിലെത്തുക എന്ന് പറയും. അതിനുശേഷം ഒരാൾ തൗബ ചെയ്തിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടോ ഒരു ഫലവുമില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കേവലം പ്രയോഗമല്ല, ഉച്ചാരണമല്ല, മറിച്ച് അത് വ്യക്തമായി മനസ്സിലായി അതിന്റെ ഷർത്തുകൾ പാലിച്ച് അർത്ഥമറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. മറ്റു ചില റിപ്പോർട്ടുകളിൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി എന്നാണ്. ഹൃദയത്തിൽ കളങ്കമില്ലാതെ കലർപ്പില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷേ വിശ്വാസത്തിൽ ഗുരുതരമായ കലർപ്പുകളാണ്. അതിൽ ഈ അഹ്ലുസുന്നയുടെ ഇടയിലേക്ക്, അവരുടെ തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ഏറ്റവും വലിയ കലർപ്പുകൾ കടത്തിയ ഒരു വ്യതിയാനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്, അലാ ഇന്ന മൻ ഖബലകും മിൻ അഹ്ലിൽ കിതാബ് ഇഫ്തറഖു അലാ 72 മില്ല. നിങ്ങളുടെ മുമ്പ് അഹ്ലി കിതാബിൽപ്പെട്ട ആളുകൾ 72 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ട്. യഹൂദികൾ അവരുടെ കാലശേഷം 72 പിരിഞ്ഞു. ഈസാ നബിയുടെ അനുയായികൾ 71 പിരിഞ്ഞു. ഈസാ നബിയുടെ അനുയായികൾ 72 പിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വ ഇന്ന ഹാദിഹിൽ മില്ലത സതഫ്തരിഖു അലാ 73. എന്റെ ഈ മില്ലത്ത് 73 പിരിയും. മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത ഈ ഇസ്ലാമിക സമൂഹം, ഇന്നത്തെ ഈ മുസ്ലിം സമൂഹത്തിൽ 73 വിഭാഗങ്ങൾ ഉണ്ടാകും. സിൻതാനി വസബഊന ഫിന്നാർ, 72 നരകത്തിലാണ്. വവാഹിദത്തുൻ ഫിൽ ജന്ന, 1 സ്വർഗത്തിലാണ്. വഹിയൽ ജമാ, അത് അൽ ജമാഅത്താണ്, അതായത് സ്വഹാബികളോട് ചേർന്ന് നിൽക്കുന്നവർ. ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിലും ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും സ്വഹീഹായി കൊണ്ടുവന്ന റിപ്പോർട്ടാണ്. അപ്പോ എങ്ങനെയാണ് ഇന്ന് പല പേരുകൾ അറിയപ്പെടുന്നത്? അവരുടെ ഏറ്റവും വലിയ പുറത്തേക്ക് തെളിമയുടെ പേര് സൂഫിസം എന്നാണ്. തരീഖത്ത് പ്രസ്ഥാനങ്ങൾ എന്നാണ് നമ്മുടെ നാട്ടിൽ കുറച്ചൊരു വിശദീകരിച്ചാൽ പറയാം. തരീഖത്തുകാരെന്ന് പറയും.
ഇവിടെ അറിയപ്പെടുന്ന ഏതാണ്ട് എല്ലാ മുസ്ലിം കക്ഷികളും ഈ പിഴച്ച സൂഫിസത്തിലും തരീഖത്തിലും അടിസ്ഥാനമായി തങ്ങളുടെ വിശ്വാസവും ആചാരങ്ങളും കൊണ്ടു നടക്കുന്നവരാണ്. പുറത്തേക്ക് എത്ര മാന്യമായ വേഷവിധാനങ്ങളാണെങ്കിലും വലിയ തലപ്പാവുകളുണ്ടെങ്കിലും ശുഭ്രവസ്ത്രധാരികളാണെങ്കിലും ഒക്കെ ശരി, ഹൃദയത്തിനകത്തുള്ളത് ഷിയകളിൽ നിന്ന് ആരംഭം കുറിച്ചിട്ടുള്ള ത്വരീഖത്താണ് എന്ന് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ഈ തസവുഫ് ശരിക്കും ദുനിയാവിനോട് അമിതമായ താല്പര്യമില്ലാതെ ദീനിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച് അള്ളാഹു നൽകിയ ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ ദീനിനു വേണ്ടി മാറ്റിവെച്ച് ആരോഗ്യം ദീന് പഠിക്കാനും പ്രചരിപ്പിക്കാനും ചെലവഴിച്ചു, സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിച്ചു, ഭൗതികമായ സന്തോഷങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ വികസനത്തിനോ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ആദ്യകാലങ്ങളിൽ കഴിച്ചുകൂട്ടിയ ആളുകൾ അവരുടെ ആ ഒരു സ്വഭാവത്തെ തസവുഫ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നന്നായി ജീവിക്കുന്നവർ, തെളിമയുള്ള കലർപ്പില്ലാത്ത ഒരു ജീവിതവും ആദർശവും വെച്ച് പുലർത്തുന്നവരെന്ന അർത്ഥമേ അതിനുള്ളൂ. സൂഫി എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത ഒരു വിശ്വാസമുള്ളവൻ. നമ്മൾ ചർച്ച ചെയ്യുന്ന അവരെക്കുറിച്ചല്ല. അത് സ്വഹാബികളും താബിയങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ ദീനിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു ദുനിയാവിൽ കച്ചവടത്തിൽ, ദുനിയാവിന്റെ ആവശ്യങ്ങളിൽ, ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ പോലും ഒരല്പം കുറച്ചധികം കുറവ് വരുത്തി മാറി നിന്ന ആളുകളുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അഹ്ലുസുന്നയിൽ നിന്ന് 100% പുറത്തുപോയി. അവരെങ്ങനെയൊക്കെ പുറത്തുപോയി ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ. നമുക്കെന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അവർ മുസ്ലിങ്ങളാണല്ലോ, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, റമദാൻ മാസം വന്നാൽ നോമ്പെടുക്കുന്നുണ്ട്, നമ്മളെ കൂടെ തന്നെ ഹജ്ജിന് വരുന്നുണ്ട്. ചിലപ്പോൾ ഒരേ ഹജ്ജ് കമ്മിറ്റിയിലായിരിക്കും ഈ തരീഖത്തുകാരും സലഫികളൊക്കെ ഹജ്ജിന് പോവാം. അപ്പൊ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഒരുപാടുണ്ട്. ചിലപ്പോൾ നിര്യാണിക്ക് മീതെ വസ്ത്രം ധരിക്കും, താടി വളർത്തി എന്ന് വരും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ കാണുന്ന ആളുകൾ അബൂജഹലിന്റെയും മുത്തുബത്തിന്റെയും ഷെയ്ബത്തിന്റെയും വിശ്വാസം ഉള്ളിൽ വെച്ച് പുലർത്തുന്നവരാണോ? നമുക്ക് സംശയം വരും. അപ്പൊ നമുക്കെന്താണ്, അവരെ ഭാവഭാവങ്ങൾ കൊണ്ട് മുസ്ലിങ്ങളായി കരുതും. വിശ്വാസമോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആഘോഷങ്ങളോ ഇതൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അതിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടുണ്ടോ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇസ്ലാമിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ വഞ്ചിതരാവും. ഇവരെ ചിലപ്പോൾ നമ്മളെ ബന്ധുക്കൾ കൂടിയാണെങ്കിൽ പറയണ്ട, ചിലപ്പോൾ വാപ്പാന്റെ സഹോദരന്മാരായിരിക്കും അവരുടെ മക്കളായിരിക്കും, ചിലപ്പോൾ ഉമ്മാന്റെ സഹോദരന്മാരായിരിക്കും അവരുടെ മക്കളായിരിക്കും, നമ്മൾ അടുത്തവരായിരിക്കും, ചിലപ്പോൾ സ്വന്തം സഹോദരങ്ങളായിരിക്കും, ചിലപ്പം സ്വന്തം വാപ്പയോ ഉമ്മയോ മക്കളോ തന്നെ ആയിരിക്കും. അപ്പൊ അത്തരം ആളുകളാകുമ്പോൾ പ്രത്യേകിച്ചു നമുക്കെന്താണ്, ഇവർ അബൂജഹലിന്റെ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണോ എന്ന ഒരു ആശയക്കുഴപ്പം നമുക്കുണ്ടാകാനിടയുണ്ട്. അവിടെ ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ട നിലപാട് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് ഈ സൂഫിസം വളർന്നത് എന്ന് പഠിക്കണം. എങ്ങനെയാണ് ഒരു മുസ്ലിം ഉമ്മത്ത് തനിച്ച ഷിർക്കിലേക്കും ഖുബൂരിസത്തിലേക്കും കുഫറിലേക്കും വഴിമാറിപ്പോയത് എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അത് തിരിച്ചറിയാനുള്ള ചില ചരിത്രപാഠങ്ങളും പ്രമാണങ്ങളുമാണ് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഈ സൂഫിസം എന്ന ഓമനപ്പേരിൽ ഇന്ന് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഷിയയിസം തന്നെയാണ്. ഷിയായിസത്തിന്റെ ഒരു വകഭേദമാണത്. ഷിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നി ഷിയ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ ചർച്ച ചെയ്യുന്നുണ്ട്. ഷിയാക്കളും പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളാണ്, ഹജ്ജിന് വരുന്നവരാണ്, റമദാനിൽ നോമ്പെടുക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഷിയാക്കൾ നമ്മുടെ ഖുർആനിൽ വിശ്വസിക്കുന്നില്ല. ഷിയാക്കൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരൊറ്റ ഹദീസ് പോലും അവർ സ്വീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. എന്താ കാരണം? ഖുർആനിനെ സംബന്ധിച്ച് ഷീഇകളുടെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ അവരുടെ കൃതികളിലേക്ക് മടങ്ങണം. നമ്മൾ അഹ്ലുസുന്നയുടെ ആളുകൾ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ കൃതിയായി കാണുന്ന ഏതാണ്? ബുഖാരിയാണ്, സ്വഹീൽ ബുഖാരി. നമ്മൾ ഖുർആന്റെ വിശദീകരണം മനസ്സിലാക്കുന്നത് സ്വഹീൽ ബുഖാരിയിൽ നിന്നാണ്, പിന്നെ മുസ്ലിമിൽ നിന്നാണ്, പിന്നെ മറ്റു സ്വഹീകളിൽ നിന്നും മുസ്നദുകളിൽ നിന്നും അതേപോലെ സുനനുകളിൽ നിന്നുമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹദീസുകൾ മനസ്സിലാക്കുന്നത്. ഇതിലുള്ള ഒരൊറ്റ ഹദീസും ഷീഇകൾക്ക് സ്വീകാര്യമല്ല. ഷീഇകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ ഖുർആനിനേക്കാൾ മുകളിൽ അവരുടെ വിശ്വാസത്തിനും ആചാരത്തിനും അവലംബമായി അവർ കൊണ്ടു നടക്കുന്നത് അൽ കാഫി എന്ന് പറയുന്ന ഒരു കൃതിയാണ്. അതാണെങ്കിൽ ഖുർആനിനും സുന്നത്തിനും ഘടകവിരുദ്ധമാണ്. ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്ന ചിലതൊക്കെ അതിലുണ്ട്. ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുക എന്നുള്ളതാണ് യഹൂദിയുടെ രീതി. അതുകൊണ്ടാണ് ഖുർആൻ ആഹ്വാനം ചെയ്തത്, വലാ തൽബിസുൽ ഹഖ്ക ബിൽ ബാത്തിൽ, ഹക്കിനെ ബാത്തിലുമായി നിങ്ങൾ കലർത്തരുത്, അത് വലിയ അപകടമാണ്. അതേപോലെ വതക്തുമുൽ ഹഖ്ക, ഹക്കിനെ മറച്ചു വെക്കുകയും ചെയ്യരുത്. ഇത് രണ്ടും ഷിയകളിലുണ്ട്. അപ്പൊ അതിലുള്ള ഹക്കിന്റെ ഭാഗം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കൊള്ളാം. ഏതുപോലെ നമ്മുടെ നാട്ടിലെ
തനിച്ച സൃഷ്ടിപൂജകരായ, ശവപൂജകരായ, മയ്യത്ത് പൂജകരായ ഔലിയാക്കളെയും അമ്പിയാക്കളെയും പൂജിക്കുന്ന, റബ്ബിനോട് മാത്രം നടത്തേണ്ട ദുആയും ഇസ്തിഗാസയും ഈ മയ്യത്തുകൾക്ക് നൽകുന്ന, റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട നേർച്ചയും ബലിയുമൊക്കെ ഈ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ജാറങ്ങളിൽ മറമാടപ്പെട്ടവരുടെയും പേരിൽ നടത്തുന്ന ആ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിലെ ചില ഹക്കിന്റെ അടയാളങ്ങൾ കാണുമ്പം ഗുരുതരമായ പിഴവുകളും ബാത്തിലുകളും നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അതൊരു ചതിയാണ്, അതൊരു കെണിയാണ്. ഇബ്ലീസ് നമ്മളെ പിടിക്കുന്ന ഒരു കെണിയാണ്. അതുകൊണ്ട് ശിർക്കിനോടും ശിർക്കിന്റെ ആളുകളോടും എന്ത് നിലപാട് എന്ന് ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ വ്യക്തമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ പിറകെ അത് പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു സൂഫിസം എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഷിയഇസം, അത് ആരംഭം കുറിച്ചത് ഷിയകളിൽ നിന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹദീസുകൾ തള്ളിയിട്ട് അൽ കാഫി എന്ന ഗ്രന്ഥം, അതിന് ഉസൂലുൽ കാഫിയുണ്ട്, ഫുറൂഉൽ കാഫിയുണ്ട്, ഹുജ്ജത്തുൽ കാഫിയുണ്ട്, റൗളത്തുൽ കാഫിയുണ്ട്. ഈ അൽ കാഫി എന്ന് പറയുന്ന കൃതിയുടെ, അടിസ്ഥാന കൃതിയുടെ പല ഭാഗങ്ങളാണ് അവരുടെ ജീവിതത്തിന്റെ അവലംബമായും വിശദാംശമായും ഉസൂലായും ഫിഖ്ഹായും ഒക്കെ കിടക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് പരിശോധിച്ചാൽ അതിൽ ഉസൂലുൽ കാഫി എന്ന കൃതിയിൽ ഫളായിലുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിന്റെ ഒറിജിനൽ പുസ്തകം അഹ്ലുസുന്നയുടെ നാടുകളിലൊക്കെ വിരോധിക്കപ്പെട്ടതാണ്. സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ കിട്ടില്ല. എന്റെ കയ്യിൽ ആ പുസ്തകത്തിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ട്. ഷീകൾ ഭൂരിപക്ഷം താമസിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് അവരുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഈ പറയുന്നതൊക്കെ കേട്ട അടിസ്ഥാനം നേരിട്ട് കാണാൻ വേണ്ടി ആ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മറിച്ചു നോക്കി കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഉസൂലുൽ കാഫി എന്ന് പറയുന്ന പുസ്തകം, അതിലെ ഫളാഇലുൽ ഖുർആൻ എന്ന് പറയുന്ന അധ്യായം, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മദ്ദഅ അഹദുൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുത്തനും വാദിക്കുകയില്ല. എന്ത്? ഖുർആൻ എന്ന് പറയുന്നത് അത് കമാ ഉൻസിൽ, അത് ഇറങ്ങിയ പ്രകാരം ഇവിടെ ഉണ്ട് എന്ന് ഒരുത്തനും വാദിക്കുകയില്ല. ഇല്ലാ കസ്സാബ്, നുണയനല്ലാതെ. അള്ളാഹു എങ്ങനെയാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കിക്കൊടുത്തത്, ഖുർആൻ ഇറക്കിക്കൊടുത്ത അതേ പ്രകാരം ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് കസ്സാബുകളല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന കിതാബിലുണ്ട്. മാത്രവുമല്ല, യഥാർത്ഥ ഖുർആനിൽ അവർ പറയുന്നത് 17 അൽഫ ആയ എന്ന്, 17,000 ആയത്തുകളാണ് യഥാർത്ഥ ഖുർആനിലുള്ളത്. നഊദു ബില്ലാഹ്. ഖുർആനിൽ 6,000 ചില്ലാനം ആയത്തേ ഉള്ളൂ. അതിൽ ഒരായത്ത് കൂടുതലുണ്ടെന്ന് ഒരുത്തം വിശ്വസിച്ചാൽ കാഫറായി. ഒറ്റ ആയത്ത്. നമ്മളിപ്പോ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ ഇല്ലാത്ത ഒരു വചനമെടുത്ത് ഇത് ഖുർആനിൽ ഉൾപ്പെട്ട ആയത്താണ് എന്ന് ഒരുത്തൻ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ഖുർആനിൽ ഉൾപ്പെട്ട ഒരായത്തെടുത്ത് ഇത് ഖുർആനിൽ ഉള്ളതല്ല, ഇങ്ങനെ ഒരായത്ത് ഖുർആനിൽ ഉണ്ടാകാൻ പാടില്ല, ഇത് പിന്നീട് ഇതിലേക്ക് ചേർക്കപ്പെട്ടതാണ് എന്ന് ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തിനെ സംബന്ധിച്ച് ഒരാൾ വിശ്വസിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തുപോയി. വലിയ കുപ്പായിട്ടിട്ട് കാര്യമില്ല. ഖാദിയാനികളെ പോലെയാണ്. ഖാദിയാനികൾക്ക് ഇസ്ലാമുണ്ട്, ഷഹാദത്ത് കലിമൊക്കെ ഉണ്ട്. ഇസ്ലാമുണ്ടോ? പുറത്ത് കാണാനുണ്ട്. ഷഹാദത്ത് കലിമുണ്ട്, യഥാർത്ഥ ഷഹാദത്തില്ല, വർത്താനുണ്ട്. അപ്പൊ പുറമേക്ക് ഇസ്ലാമും ഷഹാദത്തും ഉണ്ടായിട്ട് കാര്യമില്ല. ഖാദിയാനികൾ ഏത് കാരണം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവോ, ഇസ്ലാമിന്റെ ഹാവഭാവങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷവും അതേപോലെ തന്നെയാണ് ഖുബൂരികളുടെയും തരീഖത്തുകാരുടെയും അവസ്ഥ എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ശിർക്കിനോട് അനുഭാവം കാണിച്ചു പോകും. ശിർക്കിനോട് അനുഭാവം കാണിക്കുക എന്നത് തൗഹീദിന്റെ തകർച്ചയാണ്. തൗഹീദിൽ നിന്ന് പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ ഖുർആനിലെ 11,000 ആയത്ത് ഇനിയും വേറെ എവിടെ ഉണ്ടെന്നല്ല അവർ വിശ്വസിക്കുന്നത്. അതെവിടെ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഖുർആൻ അങ്ങനെ സാധാരണക്കാർ കൊണ്ടു നടക്കേണ്ടതോ വായിക്കേണ്ടതോ പഠിക്കേണ്ടതോ മനസ്സിലാക്കേണ്ടതോ ആയ സംഗതിയല്ല. ഖുർആൻ വലിയ വലിയ ഇമാമുകൾ മാത്രമേ കൊണ്ടു നടക്കാവൂ. അത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി ഏൽപ്പിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും ഏൽപ്പിച്ചിട്ടില്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചില്ല. ഇവരൊക്കെ കാഫറാണ് എന്നാണ് ശീകൾ വിശ്വസിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് പരിചയമുള്ള ഈ ലോകത്തെ ഭൂരിപക്ഷം വരുന്ന ഇസ്നാഅശരി ശീഅകൾ, റാഫിലുകൾ, അവർ വിശ്വസിക്കുന്നത് ഈ 3 ഖലീഫമാരും കാഫിറുകളാണ് എന്നാണ്. നഊദു ബില്ലാഹ്. ഈ എല്ലാ സ്വഹാബികളും കാഫിറുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെല്ലാം കാഫിറുകളാണ്, കാഫിറുകളും മുർത്തത്തുകളുമാണ്. സ്വഹാബികൾ കാഫിറാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും കാഫിറുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, അഹ്ലുസുന്ന മുഴുവൻ നവാസിബാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, കാഫിറുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, അവർ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് തരീഖത്ത്. ഈ തരീഖത്താണ് ഞങ്ങളുടെ ആധാരം എന്ന് ലോകത്ത് ഏത് വലിയ ഇസ്ലാമിക പ്രസ്ഥാനം പറഞ്ഞാലും, എത്ര വലിയ കോട്ടിട്ട തങ്ങന്മാര് പറഞ്ഞാലും അത് കുഫർ അല്ലാതാവുകയില്ല. കാരണം യഥാർത്ഥ ഖുർആൻ അവർ വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നു ഖുർആൻ അലി റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്നു, അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ ഏൽപ്പിച്ചു. പിന്നീട് അടുത്ത ഇമാമായി വന്ന് അവർ പറയുന്നത് ആകെ 12 ഇമാമുകളെ ഉണ്ടാകാൻ പാടുള്ളൂ.
അതിൽ 11 ലോകത്ത് വന്നിട്ടുള്ളൂ. ലോകാവസാനത്തോടനുബന്ധിച്ചാണ് 12ാമത്തെ ഇമാം വരിക. ആ ഇമാമിനെയാണ് അവർ ഇമാം മഹ്ദി എന്ന് പറയുന്നത്. അഹ്ലുസുന്ന വിശ്വസിക്കുന്ന ഇമാം മഹ്ദി അല്ല. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇമാം മഹ്ദി എന്ന് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അലി റളിയല്ലാഹു അൻഹുവിന്റെ 12ാമത്തെ പരമ്പരയിലെ മകനാണ്, പേരക്കുട്ടിയാണ്. യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹുവിന്റെ മകൻ, മകന്റെ മകൻ എന്നിങ്ങനെ പരിശോധിച്ചാൽ 11ാമത്തെ ആൾ ഹസനുൽ അസ്കരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് മക്കളില്ല. ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരുപാട് കല്യാണം എന്ന് പറഞ്ഞാൽ തലാക്ക് ചെല്ലും, പിന്നെയും കല്യാണം കഴിക്കും, 4 ആളുണ്ടാകും, മക്കളുണ്ടാവില്ല, ആർക്കും കുട്ടികൾ ജനിക്കില്ല. അപ്പൊ വേറെ കെട്ടി നോക്കും. മരിക്കുന്നവരെ അയാൾക്ക് ഒരു ഭാര്യയിലും കുഞ്ഞുണ്ടാകാത്ത ആൾ. അല്ലാഹു വലിയ പരീക്ഷണം കൊടുത്തത്. അവർ പറഞ്ഞ ലോകം അവസാനം അടക്കി ഭരിക്കുന്നത് ആരായിരിക്കുമെന്നറിയാമോ? മഹ്ദി മുൻതളർ എന്നവർ പറയുന്ന ഒരു മഹ്ദിയുണ്ട്, കാത്തിരിക്കുന്ന മഹ്ദി. മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി എന്നാ പറയാം. ഈ മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി എന്ന് പറഞ്ഞ ഒരാൾ ലോകത്ത് ജീവിച്ചിരുന്നിട്ടില്ല. അയാൾ വരാനും പോകുന്നില്ല. അങ്ങനെ ഒരാൾ ലോകത്ത് ജനിച്ചിട്ടുമില്ല. ഈ ഹസനുൽ അസ്കരി എന്ന് പറയുന്ന 11ാമത്തെ ഇമാമ് മരണപ്പെട്ടുപോയി. മക്കളില്ലാതെ, ഭാര്യമാര് മാത്രമേ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളൂ. മക്കളില്ലാതെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ച് കാലങ്ങൾ കഴിഞ്ഞ് ഇവർ നേരത്തെ പറഞ്ഞു വെച്ച ഒരു തത്വമുണ്ടല്ലോ, 12 ഇമാമുകളാണ് ലോകം ഭരിക്കേണ്ടത്, അത് അലി പരമ്പരയിൽ തന്നെയാണ് വരേണ്ടത്. അതിൽ 11ാമത്തെ ആൾക്ക് മക്കളില്ലാതായതോടുകൂടി അവർ കൈമലർത്തി. ഇനി എന്ത് ചെയ്യും? ജനങ്ങളുടെ മുന്നിൽ ഉത്തരം മുട്ടി. തങ്ങളുടെ വിശ്വാസം പൊളിഞ്ഞു പോയെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ഒരു കള്ളക്കഥയുണ്ടാക്കി. എന്ത്? ഒരു പ്രഭുകുമാരിയിൽ ഉപരിലോകത്ത്, ഗൈബിയായ ഒരു ലോകത്ത് ഇതേ 11ാമത്തെ ഇമാമ് വിവാഹിതനാവുകയും ആരും അത് കണ്ടിട്ടില്ല, ആരും ആ കല്യാണത്തിന് പങ്കെടുത്തിട്ടില്ല. പക്ഷെ ആത്മീയ ലോകത്ത് വെച്ച് ഒരു നല്ല തഖ്വയുള്ള ഒരു പ്രഭുകുമാരിയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും അതിലൊരു കുഞ്ഞു ജനിക്കുകയും കുറഞ്ഞ കാലം ചെറുപ്രായത്തിൽ മാത്രം അവരൊരുമിച്ച് എവിടെയോ ജീവിക്കുകയും പിന്നീട് സിർദാബിലേക്ക് അല്ലാഹു അദ്ദേഹത്തെ ഒളിപ്പിക്കുകയും അങ്ങനെ അല്ലാഹു നിശ്ചയിച്ച ഏതോ ഒരു സ്ഥലത്ത് അദ്ദേഹം ഒളിച്ചു താമസിക്കുന്നുണ്ട്. ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തിയതുപോലെ ഭൂമിയുടെ മനുഷ്യരില്ലാത്ത ഒരു ഓരത്തേക്ക്, ഒരു സിർദാബിലേക്ക്, ഒരു താഴെയുള്ള ഒരു കൂടാരത്തിലേക്ക്, ഒരു തുരങ്കത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. അദ്ദേഹം ഇറങ്ങി വരും. ദജ്ജാൽ വരുമ്പോൾ അദ്ദേഹം ഇറങ്ങി വരും എന്നാണ് ഇവരുടെ വിശ്വാസം. കളവായ വിശ്വാസമാണ്. ഖുർആനിലില്ല, സൂചന പോലുമില്ല. സ്വഹീഹായ ഹദീസുകൾ മഹ്ദിയെക്കുറിച്ച് ഇഷ്ടം പോലെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നും ഇങ്ങനെ ഒരു വിശേഷമില്ല. ഇങ്ങനെ ഒരു കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ആ മഹ്ദി ഉണ്ടല്ലോ, ഇപ്പോൾ യഥാർത്ഥ ഖുർആൻ ആ മഹ്ദിയുടെ കയ്യിലാണുള്ളത്. നമ്മുടെ വിഷയം അതാണ്. അപ്പൊ നമ്മൾ ഖുർആൻ എങ്ങനെ പഠിക്കും? നമ്മൾ ഖുർആൻ പഠിക്കുന്നത് ആ മഹ്ദിക്ക് ആത്മീയ ലോകത്തുള്ള ചില ആത്മീയ നേതാക്കളുമായി, റൂഹിയായിട്ടുള്ള ചില ആളുകളുമായി മാത്രം ബന്ധമുണ്ട്. അവരാണ് ആത്മീയ നേതാക്കൾ എന്നറിയപ്പെടും. ഹുമൈനി, ഹാംനായി എന്നൊക്കെ പറയുന്നില്ലേ? ശൈത്താന്മാരാണ്, ഇബ്ലീസുമാരാണ്, ദീനിനെ പൊളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അത്തരം ആളുകളോടാണ് ഇവർക്ക് കണക്ഷൻ. അവർക്ക് മറ്റു ചില ആളുകൾ, അവരുടെ ആ നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്ന ചില ആളുകൾ, അവർക്ക് മാത്രമേ ഖുർആൻ ഓതാനും കേൾക്കാനും പറയാനും ഒക്കെ അവകാശമുള്ളൂ. സാധാരണക്കാരൊന്നും ഖുർആൻ പഠിക്കേണ്ടതില്ല. അങ്ങനെ അവരാണ് ഖുർആനിന് പകരം മാലകളും പാട്ടുകളും അങ്ങനെയുള്ള കുറെ സംഗതികളും, ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഏടുകളും വക ഏടുകളുമാണ് ഈ സൂഫികൾ, ഷിയാക്കൾ കൊണ്ടു നടക്കുന്നത്. അതാണ് നമ്മുടെ നാട്ടിലെ തരീഖത്തുകാരും കൊണ്ടു നടക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്തിനെന്നറിയാമോ? ഈ പിഴച്ച ഖുർആനിൽ വിശ്വസിക്കാത്ത സ്വഹാബികൾ മുഴുവൻ കാഫിറാണെങ്കിൽ പിന്നെ ഹദീസിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഏത് ഹദീസ് എടുത്താലും ഒരു സ്വഹാബി റിപ്പോർട്ട് ചെയ്തായിരിക്കും, അല്ലെ? ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്തായിരിക്കും, ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തായിരിക്കും, ഇബ്നു ഉമർ റളിയല്ലാഹു റിപ്പോർട്ട്. ഇങ്ങനെ സ്വഹാബികൾ റിപ്പോർട്ട്. സ്വഹാബികൾ കാഫിറാണെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഷിയാക്കൾക്ക് ബുഖാരി ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലുമില്ല. നഊദു ബില്ലാഹ്. ഞാൻ പറഞ്ഞാൽ അവരുപയോഗിച്ച വാക്ക് അതിനേക്കാൾ മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഷിയായിസത്തെക്കുറിച്ച് പ്രത്യേകമായി തന്നെ നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഷിയായിസമാണ് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്ന ത്വരീഖത്തിന്റെ ആധാരം. അതാണിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളുടെ ബേസ്. കേവലം ഒരു ഖബർ പൂജയിൽ മാത്രം ഒതുങ്ങുന്ന സംഗതി അല്ലാതെ ഒരുപാട് വിഷയങ്ങൾ അതിലേക്കുണ്ട്. അത് ആദ്യമായി ഷീസം സ്ഥാപിച്ചത് ഹിജറ 3-ാം നൂറ്റാണ്ടിൽ, ഹിജറ 210 മുഖ്തസർ അബ്ദുൽ കരീം അവര് ഷീ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹമാണ് ഷീ ഗ്രൂപ്പിന് ആദ്യ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്തത്. എന്നാൽ ഇന്ന് കാണുന്ന പോലെ ജനകീയമാക്കി കൂടുതൽ ആളുകളെ അഹ്ലുസുന്നക്ക് എതിരായ ഒരു കക്ഷിയായി വളർത്തിക്കൊണ്ടുവന്നത്, അഹ്ലു ഷിയ്യത്തിന് രൂപം കൊടുത്തത് അബ്ദുല്ലാഹ് ഇബ്നു സബ ആണെങ്കിലും ആ അബ്ദുല്ലാഹ് ഇബ്നു സബയുടെ അനുയായികളിൽപ്പെട്ട അബൂ ഹാഷിമുൽ കൂഫി എന്ന് പറയുന്ന ആളാണ് അഹ്ലുസുന്നത്തിന്റെ മുഖം മൂടിയിട്ട് ഷീഈ ആശയം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഷീഈയാണെന്ന് അവർ പറയില്ല, ഷിയാക്കളുടെ കൂടെ പരസ്യമായി അവർ നടക്കില്ല. പക്ഷെ വിശ്വാസങ്ങൾ, ഈ ഖബർ പൂജയും ജന്മദിനാഘോഷങ്ങളും ചാവടിയന്തരവും ഉറുക്കും നൂലും ഇങ്ങനെയുള്ള മന്ത്രവാദവും ഈ പരിപാടികളൊക്കെ ഷീകൾക്കുള്ളതാണ്. ഇതൊക്കെ സുന്നികളുടെ പേരിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ടീമുണ്ട്. സുന്നികളുടെ മുഖം മൂടി അണിഞ്ഞ് ഷിയയിസം കൊണ്ടു നടന്നതിൽ അറിയപ്പെട്ട ഒന്നാമത്തെ വ്യക്തിത്വം അബൂ ഹാഷിമുൽ കൂഫി എന്നറിയപ്പെടുന്നയാളാണ്.
ഹിജറ 150 അദ്ദേഹം വഫാത്തായത്. അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ബിൻ ഹനഫിയ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന അവ്വല മൻ ഉരിഫ ബിസ്സൂഫി ഹുവ അബൂ ഹാഷിം അൽ കൂഫി. അബൂ ഹാഷിം അൽ കൂഫി എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ആണ് ഇബ്നുൽ ഹനഫിയ. അദ്ദേഹമാണ് സൂഫി എന്നാദ്യം അറിയപ്പെട്ടത്. അപ്പോൾ ഉള്ളിൽ ഷിയയിസമാണ്, പുറത്ത് അഹ്ലുസുന്നയാണ്. പുറത്ത് അഹ്ലുസുന്ന എന്ന് പറഞ്ഞ് അകത്ത് ഷിയയിസം കൊണ്ട് നടക്കുന്ന ഒരു ടീമാണ് ഈ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുക. 2 നിരക്കാണ് അവർ ആശയപരമായി അധപ്പതിച്ചത്. ഒന്ന് ഉലൂവ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാക വൽ ഉലൂവ, നിങ്ങൾ അതിരുവിടലിനെ സൂക്ഷിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, നസാറാക്കൾ ഇബ്നു മറിയമിന്റെ കാര്യത്തിൽ അതിരുവിട്ടതുപോലെ നിങ്ങൾ എന്റെ കാര്യത്തിൽ അതിരുവിടാൻ പാടില്ല, അമിത പ്രശംസ നടത്താൻ പാടില്ല. അതായത് ഈസാ നബിയുടെ കാര്യത്തിൽ അതിരുവിട്ടും ഒരു റസൂലാണ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്നതിനപ്പുറത്ത് അള്ളാഹുവിന്റെ സിഫത്തുകൾ ഈസാ നബിക്ക് വകവെച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വാദിച്ചു, അള്ളാഹു തന്നെയാണ് എന്ന് വാദിച്ചു. ഇങ്ങനെ ഉലൂവിലാണ് ഈ പിഴച്ച പ്രസ്ഥാനങ്ങളൊക്കെ പോയത്. ഷീഇസത്തിന്റെ ആധാരം അലി റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ അവർക്ക് അതിരുവിടലുണ്ടായി. അലിയിൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ വരെ അവർ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഇമാമുകൾക്കും അവർ ഗൈബ് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എവിടുന്ന് എത്രായിരം ഭാഷയിൽ എത്ര ഭാഷകളിൽ എത്രായിരം ആളുകൾ ഒരുമിച്ച് വിളിച്ചാലും അത് കേൾക്കാനും ഉത്തരം ചെയ്യാനും പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യാനും ഒക്കെ ഔലിയാക്കൾക്ക് കഴിയും, ഇമാമുകൾക്ക് സാധിക്കുമെന്ന ശീഇകളുടെ വിശ്വാസം. അള്ളാഹുവിന്റെ സിഫത്തുകൾ മഹാന്മാർക്ക് വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉലൂവ്. രണ്ടാമത്തത് ബിദ്അത്ത്. അമലുകളിൽ ബിദ്അത്തും വിശ്വാസത്തിൽ ഉലൂവും. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തുകളുണ്ട്, കൃത്യമായിട്ട് ഫർളുകൾക്ക് പുറമെയുള്ള സുന്നത്തുകൾ. പിന്നെ ഒരു മുസ്ലിം അവൻ സുന്നത്തായി കൊണ്ട് നടക്കേണ്ട ഫർളും സുന്നത്തുമായ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ജീവിതചര്യയായി നബിയെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരുപാട്, മീശ ചെറുതാക്കലും താടി വളർത്തലും തുടങ്ങിയിട്ട് നെരിയാണിക്കും ഇത് വസ്ത്രം ധരിക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ ഹറാമുകൾ, ഒരു പലിശ പാടില്ല, ചൂതാട്ടം പാടില്ല, അതേപോലെ തന്നെ മ്യൂസിക് പാടില്ല, ഡാൻസ് പാടില്ല, കൂത്തുകൾ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിലക്കപ്പെട്ടതാണ്. സൂഫികൾ ഇതൊക്കെ അനുവദനീയാണ്. അവരുടെ തഖ്വ എന്ന് പറഞ്ഞാൽ തന്നെ മ്യൂസിക് കൊണ്ടാണ് അവർ കാണിക്കുക. ഹാർമോണിയം, പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ പുതിയ കാലത്തുണ്ടായിരിക്കും. അതേപോലെ തന്നെ കഞ്ചാവ് അവർക്ക് ദീനിയായിട്ട് ശറഇൽ അനുവദനീയമായതുകൊണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. അതൊക്കെ ഈ ശിഈകളുടെ പണ്ഡിതന്മാർ കൊടുത്ത ഫത്വകൾ നമുക്ക് ലഭ്യമാണ്. അവരുടെ കിതാബുകളിലും അവർ നേർക്കുനേരെ അനുയായികൾക്ക് ഫത്വ കൊടുക്കുന്നതിന്റെ വീഡിയോകൾ വരെയും നമുക്ക് കാണാൻ ഒരു പക്ഷേ സാധിക്കും. അത്രമാത്രം പിഴച്ച് ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളെപ്പോലും ഇസ്ലാം അവർ ഈ അനുയായികൾക്ക് ഹലാലാക്കി കൊടുക്കും. എന്നാൽ അത് ഹറാമാണ് ചെയ്യുന്നത് എന്നൊരു ബോധമുണ്ടോ? ഇല്ല. എന്താ കാരണം? ഹറാമും ഹലാലും ഒക്കെ ഉള്ളത് കിതാബിലാണല്ലോ, ഖുർആനിൽ. ആ ഖുർആൻ അറിയുന്നത് ഇമാമുകൾക്കാണല്ലോ. ആ ഇമാമുകൾക്ക് ബന്ധമുള്ളത് നമ്മുടെ തരീഖത്തിന്റെ ശൈഖിനാണല്ലോ, മുറബിയായ ശൈഖിനാണല്ലോ. ആ ശൈഖിന് വിവരം കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ ലഹരി ഉപയോഗിക്കാം, മ്യൂസിക് ഉപയോഗിക്കാം, ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിക്കാം. ഇങ്ങനെ സൂഫികളുടെ കേന്ദ്രങ്ങളും ഖാൻഗാഹുകളും അതേപോലെ തന്നെ തരീഖത്തുകാരുടെ കൂടാരങ്ങളുമൊക്കെ ആണും പെണ്ണും തുള്ളിക്കളിക്കുന്ന, ഡാൻസ് കളിക്കുന്ന, വികൃതമായ ആരാധനകളും വികൃതമായ തുള്ളിച്ചാട്ടങ്ങളും അപശബ്ദങ്ങളാകുന്ന ദിക്റുകളും ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞ് ദിക്റുകൾ, വ്യക്തമായ മനോഹരമായ അർത്ഥമുള്ള പവിത്രമായ ദിക്റുകൾ ഇസ്ലാമിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത്തരം ദിക്റുകളല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇന്ന് വലിയ വലിയ മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുതുബിയത്തുകൾ, അതേപോലെ തന്നെയുള്ള വലിയ സംഗമങ്ങൾ, മുസ്ലിയാക്കന്മാർ വരെ ആളുകളെ, ഈ മുസ്ലിം ഉമ്മത്ത് അന്യ ആളുകളുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ട പ്രകാരം അപമാനകരമായ ഹാവഭാവങ്ങളുമായി, വൃത്തികെട്ട അപശബ്ദങ്ങളുമായി, തുള്ളിച്ചാട്ടവും എന്തെങ്കിലുമൊക്കെ പരിപാടിയും, കത്തിക്കുത്തും കുത്തുബിയത്തും കുത്തുറാത്തീവും, ഇങ്ങനെ എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. ഇതാണ് ഇസ്ലാം എന്ന രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിശാചിനുള്ള ആരാധനകൾ ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും കാട്ടാള സംഘങ്ങളല്ല. നല്ല ശുഭ്രമായ വസ്ത്രമൊക്കെ ധരിച്ച് തലപ്പാവൊക്കെ ധരിച്ച് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന വലിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന പണ്ഡിതന്മാരുടെ ഒത്താശയോടുകൂടി അവരുടെ സാന്നിധ്യത്തിൽ, അവരുടെ നേതൃത്വത്തിൽ, അതാണ് ഇത്തരം ഖുർആനിലോ സുന്നത്തിലോ കാണാത്ത ഈ തുള്ളിച്ചാട്ടങ്ങൾ, ദിക്റുകൾ എന്ന പേരിലുള്ള അപശബ്ദങ്ങൾ, ഇതൊക്കെ ദീനായി കൊണ്ട് നടക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പുറമേ കാണുന്ന ഹാവഭാവങ്ങളോ നിസ്കാരമോ നോമ്പോ സക്കാത്തോ ഇതൊന്നും വഞ്ചിക്കപ്പെടാൻ കാരണമാകാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ നമ്മുടെ ഉമ്മത്ത് അടിസ്ഥാനത്തിൽ അങ്ങേയറ്റം പിഴച്ചു പോയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒലുവ്, വിശ്വാസത്തിൽ അതിരുവിട്ടുപോയി.
കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും ബിദ്അത്തുകൾ കടന്ന് സുന്നത്തുകളില്ലാതെ പോയി. ഇങ്ങനെയാണ് അവർ ഈ ആദ്യമൊക്കെ ഒരു ഭൗതിക വിരക്തിയുടെ പേരിലും അള്ളാഹുവോടുള്ള പ്രേമം, അള്ളാഹുവോടുള്ള സ്നേഹം എന്ന പേരിലും ആരംഭിച്ച ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇന്ന് ഇസ്ലാമിനെ തകർക്കുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കളായ യഹൂദികളുടെ പാപകളായി തുള്ളുന്ന പുരോഹിതന്മാർ, ആ പുരോഹിതന്മാരുടെ വെളിപാടുകളും സ്വപ്നങ്ങളും സ്വപ്നകഥകളും തോന്നിവാസങ്ങളും ഇന്ന് ഇസ്ലാമാണ് എന്ന പേരിൽ ലോകത്തുടനീളമുള്ള നമ്മുടെ നാട്ടിലുമുണ്ട്. അവരുടെ വിശ്വാസത്തിന്റെ ഗുരുതരമായ ചില പിഴവുകളാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അതിലൊന്നാണ് വഹ്ദത്തുൽ വുജൂദ്. വഹ്ദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അല്ലാഹ് മാത്രം. അല്ലേ? മലയാളത്തിൽ തന്നെ ധാരാളം അത് കാണാൻ സാധിക്കും. എന്താണ്? അന്നൽ ഖാലിഖ ഐനുൽ മഖ്ലൂഖ്. സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടി, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത്. വ അന്നല്ലാഹ മുത്തഹിദും ബി മഖ്ലൂഖാതി. അവരുടെ കൃതികൾ എഴുതി വെക്കാൻ. അള്ളാഹു എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിലേക്ക് ലയിച്ച ആളാണ്, ഇത്തിഹാദായിട്ടുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അംശം തന്നെയാണ് നമ്മൾ. നഊദു ബില്ലാഹ്. അപ്പൊ നമ്മൾ ദിവ്യത്വമുണ്ട് എന്നല്ലേ വരിക. നമ്മൾ ദിവ്യത്വമുണ്ടെങ്കിൽ പിന്നെ അള്ളാഹിനെ മാത്രം ആരാധിക്കേണ്ട അവസ്ഥ നമുക്കില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ആരാധിച്ചാലോ ഒരു സൃഷ്ടി ആരാധിച്ചാലോ പിന്നെ കുഴപ്പം വരാനും പോകുന്നില്ല. ഇന്നും ജീവിച്ചിരിപ്പുള്ള നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനായ ഈ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ വലിയൊരു പണ്ഡിതനുണ്ട്, മൊയ്തീമാലക്ക് വ്യാഖ്യാനൊക്കെ എഴുതിയൊരു പൈസയാണ് അയാൾ എഴുതി വെച്ചത് കേട്ടോ. ഞാനിത് മിമ്പറിൽ വെച്ച് ഇത്തരം കുഫറിന്റെ വാക്കുകൾ വായിക്കേണ്ടതല്ല, പക്ഷേ കാഫറുകളുടെ വിശ്വാസത്തിന്റെ അപകടം മനസ്സിലാക്കാൻ അത് നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ടല്ലോ. നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ച ആ വാക്കുകൾ, ഇതിന്റെ അറബി ഇഷ്ടം പോലെ 100 കണക്കിന് അറിയപ്പെട്ട തരീഖത്ത് ശൈഖുമാരുടെയും ശീഖുകളുടെയും ഗ്രന്ഥങ്ങൾ എന്റെ കയ്യിലുണ്ട്. അത് വായിച്ച് അത് വിശ്വാസമായി കൊണ്ടു നടക്കുന്ന ആളുകൾ, ഇവിടുത്തെ സാധാരണക്കാരനായ മുസ്ലിമിനെ പഠിപ്പിക്കുന്ന ചില വരികൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ശരിയാണ്. ചിലപ്പോൾ നമ്മുടെ വാപ്പയും വെല്ലിപ്പയും ആയിരിക്കാം, നമ്മുടെ സഹോദരങ്ങളോ അയൽവാസികളോ ആയിരിക്കാം. അവർ അബൂജഹലിന്റെ വിശ്വാസമാണ് വെച്ചു പുലർത്തുന്നത്. അവരുടെ വഹദത്തുൽ വുജൂദ് കേട്ടോ. മഹാത്മാക്കൾക്ക് കണക്കും കയ്യുമില്ലാതെ അള്ളാഹു കഴിവ് നൽകും. കളവ് അള്ളാഹ് ആർക്കും കണക്കും കയ്യുമില്ലാതെ കഴിവ് കൊടുക്കൂല. അള്ളാഹ് എല്ലാവർക്കും കൊടുക്കുന്ന കഴിവിനെന്താണ്? കണക്ക് വെച്ചിട്ടുണ്ട്. കണക്കിനപ്പുറത്ത് കണക്കില്ലാത്ത കഴിവ് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? റബ്ബിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹു പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് ഔലിയാക്കളും പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം ഇതിൽ നിന്ന് വന്നതാണ്. ഇനി വീണ്ടും പറയാം, അവരുടെ ജീവിതവും മരണവും സമമാണ്. തെറ്റാണ്. ജീവിതവും മരണവും സമമാണ് എന്ന് ഔലിയാക്കളെ കുറിച്ച് പറയൽ കുഫറാണ്. ഖുർആൻ പറഞ്ഞ അങ്ങനല്ല. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്ത്. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമല്ല. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദുനിയാവുമായി ബന്ധമില്ല. നമ്മൾ വിളിക്കുന്നത് അവർ കേൾക്കുന്നില്ല, കേട്ടാലും ഉത്തരം ചെയ്യുന്നില്ല. ഇത് ഖുർആൻ കൃത്യമായി വ്യക്തമാക്കിയതിനു ശേഷവും അവർ പറയുന്നു മഹാന്മാരുടെ ജീവിതവും മരണവും സമമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത പോലൊക്കെ മരിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. അങ്ങനെ റബ്ബിന്റെ സിഫത്തുകൾ മരണപ്പെട്ടവർക്ക് വകവെച്ചു കൊടുക്കുന്ന ഒരു വിശ്വാസം, ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. വീണ്ടും പറയാം, അവരുടെ കൈയും കണ്ണും കാതും കാലുമെല്ലാം അള്ളാഹു ആകും. ഒരു ഹദീസുണ്ട് സ്വഹീൽ ബുഖാരി, ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ. ഒരടിമ ഫർളുകൾ ചെയ്തു, അതിനു പുറമെ സുന്നത്തായ നവാഫിൽ ധാരാളമായി പ്രവർത്തിച്ചു, അള്ളാഹുവിലേക്ക് അടുത്തു. അപ്പൊ അള്ളാഹു പറയാണ്, അങ്ങനെ വരുന്ന ഒരു അടിമയുടെ അവൻ പിടിക്കുന്ന കൈ ഞാനാകും, നടക്കുന്ന കാല് ഞാനാകും, കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കാത് ഞാനാകും. ഇത് പ്രത്യക്ഷമായ പ്രയോഗമാണ്. ഇതിനെയാണ് ഈ സൂഫികൾ ദുർവ്യാഖ്യാനിക്കുന്നത്. അതിന്റെ വിശദീകരണം ഇബ്നു റജബുൽ ഹംബലിയെ പോലുള്ള പണ്ഡിതന്മാർ, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹയെ പോലുള്ള പണ്ഡിതന്മാർ ബുഖാരിയിലെ ഈ ഖുദ്സിയായ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഹലാലായത് മാത്രമേ കാണൂ, ഹലാലായ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കൂ. ഒരു മ്യൂസിക് കേൾക്കാൻ പോകൂല എന്നതിന്റെ അർത്ഥം. അവർ ഹറാമുകൾ കേൾക്കാൻ പോകില്ല, പരദൂഷണവും ഗീബത്തും കേൾക്കാൻ പോകില്ല. അവർ കേൾക്കുന്നത് നല്ല വാക്കുകളായിരിക്കും, അവർ പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും, അവർ നടക്കുന്നത് നന്മയിലേക്കായിരിക്കും, അവർ സ്പർശിക്കുന്നത് നല്ലത് അല്ലാഹു അനുവദിച്ചത് മാത്രമായിരിക്കും. ഇതാണ് അതിന്റെ അർത്ഥം. അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ പറയുന്നത് നോക്കൂ, അവരിനി വിശദീകരിക്കുന്നത് കേട്ടോളും. അഥവാ ഈ അംഗങ്ങൾക്കെല്ലാം ദൈവികമായ ശക്തി ലഭിക്കും. നഊദു ബില്ലാഹ്. ഒരു വലിയന്റെ കയ്യിന് ദൈവിക ശക്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഉലൂഹിയത്ത് ആ കയ്യിന് വകവെച്ചു കൊടുക്കുകയല്ലേ. ഒരു സൃഷ്ടിക്ക് ഉലൂഹിയത്തിന്റെ ഒരംശമെങ്കിലും വകവെച്ചു കൊടുത്താൽ കാഫറായി. ഇതാണ് നമ്മുടെ നാട്ടിലെ തരീഖത്തുകാരുടെ അടിസ്ഥാന വിശ്വാസം. അവർ എന്തു ചോദിച്ചാലും അള്ളാഹു നൽകും, അവരെന്തിനെക്കുറിച്ച് കാവൽ ചോദിച്ചാലും അള്ളാഹു കാവലേകും എന്നിങ്ങനെ നിരവധി ആശയങ്ങൾ ഇവിടെ പ്രകടമാണ്. അള്ളാഹു ഇത്തരം കഴിവുകൾ നൽകുന്ന മഹാത്മാക്കൾക്ക് എവിടെ നിന്ന് ആര് എങ്ങനെ വിളിച്ചാലും സഹായിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സംശയിക്കാനില്ല. നഊദു ബില്ലാഹ്. ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ മുഴുവൻ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന വിശ്വാസതാണ്. ഇവിടെ മാസം പ്രഖ്യാപിക്കുന്ന ഖാദിമാർ മുഴുവൻ ഉൾക്കൊള്ളുന്ന നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ട വിശ്വാസം ഇതാണ്. ഇനി നിങ്ങൾക്ക് കാണാം, ഇവിടെ CM എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്, അദ്ദേഹത്തെ ആരാധിക്കുന്ന മുസ്ലിങ്ങളുണ്ട്.
എല്ലാവർക്കും അറിയാം, മാനസിക രോഗിയാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ വിധി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കും, ഇതേ ഹദീസിനെ കുറിച്ച്. ഈ ഹദീസിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു തആല ആണ് എന്നല്ല, അത് അസംഭവ്യമാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ, എങ്ങനെ അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നാണ്. വീണ്ടും പറയാണ്, ജീലാനി സപ്ലിമെന്റ് എന്ന് പറയുന്ന ഇവിടുത്തെ സമസ്തക്കാരുടെ വലിയ ഒരു പ്രസ്ഥാനം പുറത്തിറക്കുന്ന ഒരു പുറത്തിറക്കിയ ഒരു സപ്ലിമെന്റ് ആണ്. കയ്യും കാലും കണ്ണും കാതുമെല്ലാം അള്ളാഹു ആകുമെങ്കിൽ ആരെയും എപ്പോഴും എവിടെ വെച്ചും സഹായിക്കാമെന്നതിൽ സംശയം എന്തിരിക്കുന്നു? അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. ഇതാണ് ഇവിടെ ഒരു ശരാശരി മുസ്ലിം കൊണ്ടുനടക്കുന്ന വിശ്വാസം. അള്ളാഹു ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷെ അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ പറ്റും. ഇതാണ് പച്ചയായ കുഫർ. ഇത് യഹൂദികൾ ഷീഇകൾ തരീഖത്തുകാരിലൂടെ, തരീഖത്തുകാർ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ മുസ്ലിം പ്രസ്ഥാനങ്ങളിലൂടെ, മുസ്ലിയാക്കന്മാരിലൂടെ നമ്മുടെ ഉമ്മത്തിലെ മുസ്ലിങ്ങളെ കാഫറാക്കുന്ന, മുശ്രിക്കാക്കുന്ന പ്രക്രിയയുടെ ഒരു സ്വഭാവമാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കടുത്ത കുഫറിൽ നിന്നും ശിർക്കിൽ നിന്നും ഈ ഉമ്മത്തിനെ അറിവിന്റെ വെളിച്ചം കൊണ്ട്, ഖുർആൻ കൊണ്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫഊസികും സാനിയം വ ഇയ്യായ ബിതഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. ഏറ്റവും വലിയൊരു തിന്മയെക്കുറിച്ച്, ഒരു കുഫറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മാർദ്ദവവും അതിൽ കാണിക്കേണ്ടതില്ല. മാർദ്ദവത്തോടു കൂടി സംസാരിച്ചില്ല. അവന്റെ വിശ്വാസമായിട്ട് അങ്ങനെ പോയിക്കോട്ടെ, എന്റെ വിശ്വാസമായിട്ട് പോയിക്കോട്ടെ, വേണമെങ്കിൽ അവന്റെ ആ ശിർക്കൻ പരിപാടികളൊക്കെ ഞാനും ചെന്നിരിക്കാം. ഇങ്ങനെ നമുക്ക് ബന്ധങ്ങളും ഇവിടെയുള്ള ഐക്യവും ഇണക്കവും ഒക്കെ പ്രധാനമാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ വിശ്വാസത്തെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം പലപ്പോഴും മറന്നുപോകും. അള്ളാഹു ഈ കുഫറിന്റെയും ശിർക്കിന്റെയും ലോകത്ത് നമ്മളെ ജീവിക്കാൻ വിട്ടത് നമ്മളെ ഈമാൻ ക്ലിയർ ആണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ ദുനിയാവിന്റെ കാരണങ്ങൾ പറഞ്ഞ് ഇതിൽ നമ്മൾ പതറിപ്പോകാൻ പാടില്ല. കാരണം ഞാൻ പറഞ്ഞു, അഹ്ലു കിതാബ് ഈസാ അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ അധപ്പതിച്ചതുപോലെയുള്ള ഒരു അധപ്പതനമാണ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. തരീഖത്തുകാർ, സൂഫികൾ, ഷിയകൾ ഇവരൊക്കെ അകപ്പെട്ടിരിക്കുന്നത് എന്നാണ്. എന്താണ് ക്രിസ്ത്യാനികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം. തീർച്ചയായും അല്ലാഹു മസീഹാണ് എന്ന് പറഞ്ഞവർ കാഫറായി പോവുക തന്നെ ചെയ്തു. വഖാലൽ മസീഹ്, ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേല്യരെ, ഉഅ്ബുദുല്ലാഹ റബ്ബീ വ റബ്ബക്കും, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായിട്ടുള്ള അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആരാണോ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധന നബിമാർക്ക് നൽകുന്നത്, വലിയമാർക്ക് നൽകുന്നത്, അങ്ങനെ നൽകിയാൽ അവർക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കി, നരകമാണ് അവന്റെ സങ്കേതം. ശിർക്കാകുന്ന ദുൽമ പ്രവർത്തിച്ചവർക്ക് പരലോകത്ത് സഹായികളായി ആരും ഉണ്ടാവുകയില്ല. ഒരു മുരീദിനും നാളെ പരലോകത്ത് എന്നാൽ ശൈഖിനെ കാണാൻ കഴിയില്ല, സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കി. നിങ്ങൾ നോക്കൂ, ക്രിസ്ത്യാനികൾ അള്ളാഹു തന്നെയാണ് ഈസാ നബി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈസാ നബിക്ക് അള്ളാഹുവിന്റെ സിഫത്തുകൾ വകവെച്ചു കൊടുത്തു, അതുകൊണ്ട് കാഫറാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. അപ്പം അള്ളാഹു തന്നെയാണ് ഈസാ എന്ന് പറഞ്ഞത് കാഫറാണ് എന്ന് കൃത്യമായി അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹു തന്നെയാണ് എന്ന് പറയുന്നവന്റെ കഥ എന്തായിരിക്കും? വഹദത്തുൽ വുജൂദ്, അദ്വൈതം. ഇസ്ലാമിൽ അദ്വൈതമില്ല, ദ്വൈതമാണ്. സൃഷ്ടി വേറെ, സ്രഷ്ടാവ് വേറെ. സ്രഷ്ടാവ് എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനും ഒരുവനും എല്ലാവരാലും ആശ്രയിക്കപ്പെടേണ്ടവനുമാണ്. സൃഷ്ടി ആ സ്രഷ്ടാവിന് കീഴ്പ്പെടുന്നവനും അവന്റെ സൃഷ്ടിയും അവൻ ഉടമസ്ഥനായിട്ടുള്ളവനും അവനിലേക്ക് ആശ്രയിക്കേണ്ടവനുമാണ് സൃഷ്ടി. ഒരിക്കലും സൃഷ്ടിയും സ്രഷ്ടാവും യോജിക്കുന്ന ഒരു പോയിന്റുമില്ല. സ്രഷ്ടാവിന്റെ ഒരു കഴിവും സൃഷ്ടികൾക്കുണ്ടാവുകയില്ല, സൃഷ്ടികൾക്ക് അള്ളാഹു സ്രഷ്ടാവിന്റെ കഴിവ് കൊടുക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടും അള്ളാഹുവിന്റെ അഫ്ആൽ, അള്ളാഹു പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അമ്പിയാക്കൾ പ്രവർത്തിക്കും, ഔലിയാക്കൾ പ്രവർത്തിക്കും, ബീബിമാര് പ്രവർത്തിക്കും, തങ്ങന്മാര് പ്രവർത്തിക്കും, ഷെയ്ഖുമാര് പ്രവർത്തിക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് തെറ്റാണ്. അള്ളാഹുവിന്റെ ഫിഅൽ അള്ളാഹു മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളതും റുബൂബിയത്തിലെ തൗഹീദിലെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ്. അപ്പം അള്ളാഹു സൃഷ്ടികൾ തന്നെയാണ് സ്രഷ്ടാവ്, അല്ലെങ്കിൽ സൃഷ്ടികളിലേക്ക് സ്രഷ്ടാവ് വിലയം പ്രാപിച്ചിരിക്കുന്നതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ സ്വർഗത്തിലെത്തലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലോ അല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കലാണ് എന്നുള്ള
പിഴച്ച കുഫറിന്റെ വിശ്വാസമാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരും അയൽവാസികളും ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരും അല്ലാത്തവരുമായ വലിയൊരു വിഭാഗം മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസമെന്ന് തിരിച്ചറിയാത്ത കാലത്തോളം നമ്മൾ ദഅവത്തിന്റെ കാര്യത്തിൽ പിറകിലായിരിക്കും, പഠനത്തിന്റെ കാര്യത്തിലും പിറകിലായിരിക്കും. നമ്മൾ നന്നായിട്ട് പഠിക്കണം, ഇതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഇനി ഇതിന്റെ അടുത്ത ഏറ്റവും വലിയൊരു അടിസ്ഥാനമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിനാൽ സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായ ഒരുപാട് അപകടങ്ങളുണ്ട്. ഇസ്ലാമിനെ തൊലിക്കുന്നത് പോലെ ഇസ്ലാമിന്റെ ഓരോ അടിസ്ഥാനവും എങ്ങനെയാണ് തൊലിച്ച് ഇസ്ലാമില്ല. ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് യഹൂദിയത്തിന്റെ ഒരു പ്രതിരൂപമായി എങ്ങനെയാണ് അധപ്പതിച്ചത് എന്ന് മനസ്സിലാക്കുന്ന ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ എണ്ണി സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കിടക്കാം. നന്നായി പഠിക്കണം, പ്രമാണങ്ങളിലൂടെ പഠിക്കണം. അതിന് കിട്ടുന്ന അവസരങ്ങളിൽ നിന്ന് പിറകോട്ട് പോകുന്തോറും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നമ്മൾ പരാജയപ്പെട്ടു പോകും അറിവില്ലെങ്കിൽ. പരസ്പരം കക്ഷികളായി തിരിയാനും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാനും ഫിത്നകൾ ഉണ്ടാക്കാനും നമ്മൾ നടക്കുന്നത് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടും പഠിക്കുക എന്ന് നമ്മുടെ അടിസ്ഥാന ജോലിയായി സ്വീകരിക്കാത്തത് കൊണ്ടുമാണ്. കേവലം ഒരു ഗ്രൂപ്പിസത്തിന്റെ വക്താക്കളായും ഗ്രൂപ്പുകളായും പ്രസ്ഥാനങ്ങളായും കക്ഷി തിരിഞ്ഞ് നടക്കേണ്ടവരല്ല മുസ്ലിങ്ങൾ. ഏറ്റവും ചുരുങ്ങിയത് അവനവന്റെ ആത്മാവും ശരീരവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ടവരാണ്. നല്ല അറിവ് വേണം. അതിന് തക്കവണ്ണമുള്ള തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. ആത്മാർത്ഥതയോടെ മരണം വരെ തൗഹീദ് മുറുകെ പിടിക്കാൻ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസറിഫൽ ഖുലൂബ് സറിഫ് ഖുലൂബനാ അലാ ഇതാഅതിക്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്. വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ്യ ബഅദ.